ഇടുക്കി പന്നിയാർകുട്ടി വാഹനാപകടത്തിൽ മരണം 3 പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജീപ്പിന്റെ ഡ്രൈവർ എബ്രഹാമാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കരിമ്പാനിപ്പടിയിലും വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. വള്ളക്കടവ് തണ്ണിപ്പാറ റോബിൻ ജോസഫാണ് മരിച്ചത്. കാർ ക്രാഷ് ബാരിയറിൽ ഇടിച്ച് കയറിയാണ് അപകടമുണ്ടായത്. 2 അപകടങ്ങളുടെയും വിശദാംശങ്ങളുമായി ജെയിനിസ് രാജു ഒപ്പം ചേരുന്നു. ജെയിൻ, ദാരുണമായ സംഭവമാണ്. ആദ്യത്തെ അപകടത്തിൽ ഡ്രൈവർ കൂടി മരണപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത് ക്രാഷ് ബാരിയറിലേക്ക് വാഹനം ഇടിച്ചു കയറിയതാണ്. വിശദാംശങ്ങൾ എന്താണ് ജെയിൻ? മോത്തി, വ്യത്യസ്തമായ ഇടുക്കിയിലെ 2 വ്യത്യസ്ത അപകടങ്ങളിലായിട്ട് 4 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ അപകടമുണ്ടായത് പന്നിയാർകുട്ടിക്ക് സമീപമാണ്. ഇവിടെ നിയന്ത്രണം വിട്ട ജീപ്പ് 100 അടി താഴ്ചയിലേക്ക് മറയുകയായിരുന്നു. ഈ സംഭവ സമയത്ത് ഈ അപകടത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നു. പന്നിയാർകുട്ടി സ്വദേശികളായിട്ടുള്ള ബോസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ റീന എന്നിവരുടെ മരണമാണ് ഇന്നലെ രാത്രി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നടന്നത്. അതിനുശേഷം ഡ്രൈവറായിരുന്ന എബ്രഹാം, അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കൂടി അല്പസമയം മുമ്പ് സംഭവിച്ചു. 3 പേരുടെ മരണമാണ് നഷ്ടമായിരിക്കുന്നത്. റീന ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ്. ബീനാമോളുടെ ബന്ധുക്കളാണ് അപകടത്തിൽ മരിച്ച 3 പേരും. ഇവരുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു അപകടമുണ്ടായത് കട്ടപ്പനയിലാണ്. കട്ടപ്പന കരിമ്പാനിപ്പടിയിൽ നിയന്ത്രണം വിട്ട കാറ് ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ക്രാഷ് ബാരിയർ വാഹനം ഇടിച്ചതിന് ശേഷം ക്രാഷ് ബാരിയർ വാഹനത്തിനകത്തുകൂടി തുളച്ചു കയറി വരികയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റാണ് റോബിൻ. അദ്ദേഹം കട്ടപ്പനയിലൊരു ബിൽഡിംഗ് നിർമ്മാണ കമ്പനി നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ വ്യത്യസ്ത അപകടങ്ങളിലായി മൊത്തം 4 പേരുടെ ജീവനാണ് ഇന്ന് നഷ്ടമായത്.